ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSCയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നിരന്തരം ഉദ്യോഗാർത്ഥികൾ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെയാണ് ഈ വരുന്ന LGS LD എക്സാമിന് നമുക്ക് കറണ്ട് അഫെയറിൽ നിന്നും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുക, അത് എങ്ങനെയാണ് പഠിക്കാൻ സാധിക്കുക എന്നുള്ളതെല്ലാം. ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞങ്ങൾ ഇന്നിവിടെ ചെയ്യുന്നത്. കറണ്ട് അഫെയർ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാമെന്നുള്ളൊരു സബ്ജക്റ്റാണ് കറണ്ട് അഫെയർ. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇതിനുവേണ്ടി മാത്രമായിട്ട് ഒരു ബുക്ക് തയ്യാറാക്കുക എന്നുള്ളതാണ്. കറണ്ട് അഫെയർ മാത്രമായിട്ട് എഴുതാനായിട്ട് നമ്മളൊരു ബുക്ക് എന്ത് ചെയ്യുക, ഒന്ന് വാങ്ങിക്കുക. അതിൽ മറ്റു കാര്യങ്ങളൊന്നും, മറ്റ് സബ്ജക്റ്റിൽ ഒരു കാര്യവും എഴുതി വെക്കരുത്. കറണ്ട് അഫെയർ തന്നെ നമ്മളൊരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ദിവസവും എന്ത് ചെയ്യുക, പത്രം വായന നടത്തുക. ഈ പത്രത്തിൽ നിന്ന് വായിക്കുന്ന പ്രധാന വിഷയങ്ങൾ, നമ്മൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുക, ഈ ബുക്കിൽ എഴുതി വെക്കുക. നമ്മൾ ഈ ബുക്ക് വാങ്ങിക്കുന്നു, അതിൽ നമ്മൾ ദിവസം വരുന്ന പ്രധാനമായിട്ടുള്ള ഹെഡിങ്, പ്രധാന ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, അതിൽ നമ്മൾ എഴുതി വെക്കുക. ആ എഴുതി വെക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക, ഇന്ന് ഏത് ദിവസം, ആ ദിവസം നമ്മൾ അവിടെ മേളിലൊന്ന് നോട്ട് ചെയ്യുക. എക്സാമ്പിൾ 1/12/2023 കാര്യം, നമ്മൾ പണ്ട് സ്കൂളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. 1/12/2023 ഇന്ന് ആ ദിവസത്തെ പ്രധാന ആനുകാലികങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതെന്ത് ചെയ്യുക, ഒന്ന് പോയിന്റ് ചെയ്ത് എഴുതി വെക്കുക. വലിച്ചു വാരിയിട്ട് എഴുതണ്ട, പോയിന്റ് ചെയ്ത് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. ഇപ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഒന്ന് ഈ 3 ദിവസത്തെ ഒന്ന് എഴുതി വെച്ചതിന് ശേഷം ബുധനാഴ്ച ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് റിവേഴ്സ് ചെയ്ത് നോക്കുക. അപ്പോൾ പറഞ്ഞു, തിങ്കളാഴ്ച ഉള്ളത് എഴുതി വെച്ചു, ചൊവ്വ എഴുതി വെച്ചു, ശേഷം നമ്മൾ ബുധനാഴ്ച എഴുതി വെച്ചു. അതിനുശേഷം നമ്മൾ ഈ ബുധനാഴ്ച വരെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ വ്യാഴം, വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഡേ ബൈ ഡേ ആയിട്ട് എന്ത് ചെയ്യുക, അതിൽ നമ്മൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിനുശേഷം വ്യാഴം, വെള്ളി, ശനി, ഞായർ എന്നുള്ളത് നമ്മൾ ഒന്നുകൂടി ഒന്ന് റിവേഴ്സ് ചെയ്യുക. എല്ലാം അന്ന് റിവേഴ്സ് ചെയ്തിരുന്നാലും കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ സമയം കണ്ടെത്തേണ്ടതാണ്. ഇല്ല എങ്കിൽ നമുക്ക് ഈ 3 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യുക, അതൊന്ന് റിവേഴ്സ് ചെയ്ത് പോവുക. അതിനുശേഷം ഈ തിങ്കൾ മുതൽ ഞായർ വരെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഒന്നുകൂടി ഒന്ന് റിവേഴ്സ് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത്, നമ്മളൊരു ബുക്ക് മേടിച്ചു, അതിനകത്ത് ആനുകാലികം എന്ന് പറഞ്ഞ് നമ്മളൊരു ഹെഡിങ് കൊടുത്തായിരുന്നു. ഏതൊക്കെ ദിവസം മുതൽ, എല്ലാ ദിവസം മുതലുള്ള ഡേറ്റ് സഹിതം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിലെന്ത് ചെയ്തു, എഴുതി വെച്ചു. എന്നിട്ട് നമ്മൾ 3 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, അത് റിവേഴ്സ് ചെയ്ത് പോകുന്നു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് PSC ബുള്ളറ്റിൻ എന്ന് പറയുന്നത്, അല്ലേ? മന്ത്ലി വരുന്ന PSC ബുള്ളറ്റിൻ നമ്മൾ എന്ത് ചെയ്യുക, വാങ്ങിക്കുക. അതിലുള്ള ആനുകാലിക വിഷയങ്ങൾ നമ്മൾ ഈ CA കറണ്ട് അഫെയർ ബുക്കിനകത്ത് അതിനുള്ള ആനുകാലിക വിഷയങ്ങളെല്ലാം നമ്മൾ തന്നെ അത് വീണ്ടും അതിലോട്ട് എഴുതുക. കറണ്ട് അഫെയറിൽ ബുക്കിനകത്ത് വന്നിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുക. എന്നിരുന്നാലും കുഴപ്പമില്ല, അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. നമ്മൾ ഒരിക്കൽ എഴുതുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും ഒന്നുകൂടി നമ്മുടെ മെമ്മറിയിൽ അത് സ്റ്റോറേജ് ആവുന്നതായിരിക്കും. അപ്പോൾ PSC ബുള്ളറ്റിനകത്ത് വരുന്ന ആനുകാലിക വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അത് നോട്ട് ചെയ്യണം. അത് നോട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ കറണ്ട് അഫെയർ ബുക്കിനകത്താണ്. അപ്പോൾ പത്രവായന നമുക്ക് പ്രധാനമായിട്ടും 1 വേണം. 2, നമുക്ക് കറണ്ട് അഫെയർ PSC ബുള്ളറ്റിനകത്ത് വരുന്ന കറണ്ട് അഫെയർ എന്ത് ചെയ്യുക, നമ്മളൊന്ന് നോട്ട് ചെയ്യുക. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ കേരള സർക്കാർ നൽകുന്ന പ്രധാന പദ്ധതികളാണ്. പ്രധാനമായിട്ടും സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ പദ്ധതികളെല്ലാം സാമൂഹ്യ സുരക്ഷാ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നൽകുന്നതായിരിക്കും. അതിനോടൊപ്പം നമ്മൾ കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് കേരള സർക്കാർ സ്ത്രീകൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, ഒപ്പം വയോജനങ്ങൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും നൽകുന്ന പ്രധാന പദ്ധതികൾ നമ്മൾ ഈ കറണ്ട് അഫെയർ ബുക്കിനകത്ത് എഴുതി വെക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ എക്സാമിനെല്ലാം PSC നമ്മളോടൊരു പദ്ധതി തീർച്ചയായിട്ടും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കേരള സർക്കാർ പദ്ധതികൾ, ഒപ്പം ആരോഗ്യ പദ്ധതികളും നമ്മൾ എന്ത് ചെയ്യുക, ഈ കറണ്ട് അഫെയർ ബുക്കിനകത്ത് എഴുതി വെക്കുക. ഈ പദ്ധതികളെല്ലാം അതാത് സൈറ്റുകളിൽ തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പദ്ധതികൾ കാണാൻ കഴിയും. അതെല്ലാം നമ്മൾ ഈ കറണ്ട് അഫെയർ ബുക്കിനകത്ത് എഴുതി വെക്കേണ്ടതുമാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഏത് മാസം മുതലുള്ള PSC എക്സാം നമ്മൾ പഠിക്കണം എന്നുള്ളത്. ഈ LDക്ക് നമ്മൾ തീർച്ചയായിട്ടും 2022 ജാനുവരി മുതൽ എന്നാണ് എക്സാം, ആ എക്സാമിന് മുമ്പ് 1.5 മാസം മുമ്പുള്ള PSC കറണ്ട് അഫെയർ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. 2022 ജാനുവരി മുതൽ 2023 എന്നാണ് PSC, 2024 എന്നാണ് PSC എക്സാം LD നടക്കുന്നത്. അതിനും 1.5 മാസം മുമ്പുള്ള കറണ്ട് അഫെയർ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ബുക്കിനകത്ത് ഉണ്ടായിരിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതും ആണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങളൊന്ന്, ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് വരുന്ന കറണ്ട് അഫെയർ നന്നായിട്ടൊന്ന് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ, കേരള, ജോഗ്രഫി, ഒപ്പം നമ്മൾ ആനുകാലികങ്ങളിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്നതാണ് പ്രധാന നിയമനങ്ങൾ എന്ന് പറയുന്നത്. പ്രധാന നിയമനങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് അറിഞ്ഞിരിക്കുക. പ്രധാന നിയമനങ്ങളിൽ നിന്നും
നമ്മളോട് PSC 1 മാർക്കിന് തീർച്ചയായിട്ടും ചോദിക്കും. ഈ പ്രധാന നിയമനങ്ങളിൽ വ്യക്തികളെ പഠിക്കുമ്പോൾ അവരുടെ ഇനിഷ്യൽ കറക്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. അതുപോലും PSC നമ്മളോട് മാറ്റി ചോദിക്കുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യുക, അത് തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക, അവരുടെ ഇനിഷ്യൽ സഹിതം പഠിക്കേണ്ടതാണ്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. കായികവുമായി ബന്ധപ്പെട്ട് PSC അടുത്ത കാലത്ത് നമുക്ക് 2012 ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു, ഇത് കറണ്ട് അഫെയറിൽ നിന്നും PSC ചോദിച്ചതാണോ അല്ലേ എന്നുള്ളത്. 2012 ചോദിക്കുന്നതെല്ലാം കറണ്ട് അഫെയറിൽ ചോദിച്ചതല്ല, അത് സബ്ജക്റ്റിൽ നിന്ന് PSC ചോദിച്ചതാണ്. കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് PSC കായികത്തിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ മിക്കവാറും നമുക്ക് ഈ കഴിഞ്ഞ ലോകകപ്പ്, അങ്ങനെ ഒളിമ്പിക്സ്, അതോടൊപ്പം നമുക്ക് ഏഷ്യൻ ഗെയിംസ് നടന്നു, ഫുട്ബോൾ ലോകകപ്പ്, ഇവയുമായി ബന്ധപ്പെട്ട് ഇതിലേതെങ്കിലും മലയാളീസ് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ കായിക ഇനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് PSC നമ്മളോട് ചോദിക്കുന്നതായിരിക്കും. ഇതെല്ലാം നിങ്ങൾ ഈ കറണ്ട് അഫെയർ ബുക്കിനകത്ത് എഴുതി വയ്ക്കേണ്ടതും കൂടിയാണ്. മറ്റേത് 2012 അതൊക്കെ ചോദിച്ചതെല്ലാം PSC അത് സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ചതാണ്. കായികം എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്, അപ്പോൾ അതിൽ നിന്നും PSC ചോദിച്ചതാണ് ഈ 2012 ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം. അത് കറണ്ട് അഫെയർ അല്ല. ഇനി നിങ്ങൾ ഫോളോ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ഈ വീക്കിലി കറണ്ട് അഫെയർ നമ്മൾ പോകുന്നുണ്ട്. പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങളെല്ലാം ഞങ്ങൾ PSC സൈലം നമ്മൾ യൂട്യൂബിനകത്ത് കറണ്ട് അഫെയർ എല്ലാ ആഴ്ചയിലും നമ്മൾ വീക്കിലി കറണ്ട് അഫെയർ ചെയ്യുന്നുണ്ട്. തിങ്കൾ മുതൽ ശനിയാഴ്ച വരെയുള്ള പ്രധാന ആനുകാലിക വിഷയങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീക്കിലി കറണ്ട് അഫെയറിൽ പോകുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ നോട്ട് ചെയ്തിരിക്കുന്ന ഈ PSC നിങ്ങളുടെ ബുക്കിനകത്ത് നോട്ട് ചെയ്തിരിക്കാത്ത കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ വീക്കിലി കറണ്ട് അഫെയർ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ അതിനകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അതിൽ വീക്കിലി കറണ്ട് അഫെയറിൽ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ മറ്റൊരു കാര്യം കൂടി, ഞങ്ങളെ ഈ സൈലം ആപ്പിനകത്ത് നിങ്ങൾക്ക് സൈലം ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ ആപ്പിനകത്ത് PSCക്കകത്ത് നമ്മൾ ലൈബ്രറി എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അതിനകത്ത് 2022 മുതലുള്ള പ്രധാന ആനുകാലിക വിഷയങ്ങളിൽ നമ്മളത് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2022 മുതലുള്ള പ്രധാന ആനുകാലിക വിഷയങ്ങൾ അതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാവുന്നതും കൂടിയാണ്. അപ്പോൾ നമുക്ക് കറണ്ട് അഫെയറിൽ നമുക്ക് ആദ്യം പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞത്, നിങ്ങളൊരു ബുക്ക് വായിക്കുക. സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മളൊരു ബുക്ക് വാങ്ങിക്കണം. അതിനകത്ത് ദിനം പ്രതിയുള്ള പത്രവായനയിലൂടെ നമുക്ക് ദിനം പ്രതിയുള്ള കറണ്ട് അഫെയർ നമ്മൾ അതിനകത്ത് എഴുതി വയ്ക്കുക. ഒപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, PSC ബുള്ളറ്റിൻ വാങ്ങിക്കുന്നു. PSC ബുള്ളറ്റിനകത്തുള്ള ആനുകാലിക വിഷയങ്ങൾ, നമുക്ക് ഇതിനകത്ത് കിട്ടാത്തുള്ള പ്രധാന ആനുകാലിക വിഷയങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് എഴുതി വയ്ക്കുക. പിന്നെ ഇത് ഡെയിലി പഠിച്ചു പോയി കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഇല്ല എങ്കിൽ 3 ദിവസത്തിലൊരിക്കൽ, ഈ 3 ദിവസം കൂടുന്ന ഒരിക്കൽ നമ്മളത് പഠിച്ചു പോവുക. അപ്പോൾ അത് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നമുക്ക് കിട്ടും. കൂടുതൽ വായിക്കും തോറും നമുക്കിത് കൂടുതൽ മനസ്സിൽ നിൽക്കും. അപ്പോൾ ഇനി മറ്റൊരു സന്തോഷകരമായിട്ടുള്ളൊരു വാർത്തയാണ്. ഇതാ വരുന്ന ഡിസംബർ മാസം 15-ാം തീയതി മുതൽ സൈലം PSC LDCയുടെ രണ്ടാമത്തൊരു ബാച്ച് കൂടി ആരംഭിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ബാച്ച് ഇപ്പോൾ റണ്ണിങ്ങിലാണ്. ഡിസംബർ മാസം 15-ാം തീയതി മുതൽ നമ്മൾ LDC രണ്ടാമത്തെ ബാച്ചും കൂടി ആരംഭിക്കാൻ പോവുകയാണ്. ഇതുവരെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക, നിങ്ങൾക്ക് പ്രയോജനപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം സൈലം PSC ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.